ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കുസ്ക റൈസ് വിത്ത് ഗാർലിക് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ചിക്കൻ ബ്രസ്റ്റാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ ബ്രസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്നുകൂടെ ഒന്ന് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ മാറിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാം. ഗ്രില്ലിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. അതുവരെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ചിക്കൻ ബ്രസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് തന്തൂരി മസാല വെച്ച് നമ്മളിതൊന്ന് മാറിനേറ്റ് ചെയ്യാം. അതിന് ശേഷം അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു മസാലകളും ഇതിനകത്ത് ചേർക്കാം. കുറച്ച് എരിവായിരിക്കും. നമ്മൾ കുസ്ക റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എരിവുള്ള മസാല ഇടുന്നത്. അല്ലെങ്കിൽ എരിവിന് വേണ്ടി നമുക്ക് കുരുമുളക് ഇട്ടാൽ മതി. രസത്തിൽ ഇടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി ഒക്കെയാണ് മാറിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. കുരുമുളക് പൊടി, ഉപ്പുപൊടി, നമ്മുടെ തന്തൂരി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി എല്ലാം കൂടി ഇടാം. നമ്മളിതിലേക്ക് കുറച്ച് ഇടിച്ച മസാലയും കൂടി ഇടുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് താല്പര്യം. നമുക്ക് അതല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മതി. ഒരുപാട് ഇത് വേണ്ട നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മാറിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കും. അതിനുശേഷം നമുക്ക് ഗ്രില്ലിൽ കൊണ്ടുവച്ച് രണ്ട് സൈഡ് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കാം. ബാക്കി പിന്നെ നമ്മൾ ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അതിലെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ ഇത് ഗ്രില്ലിലേക്ക് കൊണ്ടുപോകാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുസ്ക റൈസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുസ്ക റൈസിനുള്ള ചേരുവകളാണ് ഇതൊക്കെ. സവോളയുണ്ട്, ഏകദേശം 1.5 സവോളയുണ്ട് ഞാനിത് എടുത്തേക്കുന്നത്. 2 ചെറിയ ടൊമാറ്റോ ഉണ്ട്, ഒരു 4 പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, ഗാർലിക്ക് ഒരു 10-15 അല്ലിയുണ്ട്. പിന്നെ ചെറിയ ചിക്കൻ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. കുസ്ക റൈസിന് ചിക്കൻസ് വേണ്ട, എന്നിരുന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ക്യൂബ്സൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നമ്മുടെ ചെമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അപ്പോഴത്തേക്കും ഞാൻ റൈസ് കഴുകിയിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മൾ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം കൂടെ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. ഗ്രാമ്പൂ, കറുവാപ്പട്ട അതെല്ലാം ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീരകം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ മൂക്കുമ്പോഴത്തേക്ക് കല്ലിലേക്കൊന്ന് വഴന്ന് വരട്ടെ. അപ്പം നെയ്യിൽ നമ്മൾ സവാള വഴന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഹോൾ സ്പൈസസ് ഉണ്ട്. വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമുക്കിടാം. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇടുന്നു. ഒന്ന് വതരട്ടെ. വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരല്പം തൈര് ഒഴിക്കണം. അതുപോലെ തന്നെ
ഒരല്പം മസാലപ്പൊടിയും കൂടി ഇടാം, ഗരം മസാല. നമ്മൾ പുളിയില്ലാത്ത കസവയോടെ വഴങ്ങിയിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അത് ഇതിനോടൊപ്പം തന്നെ ഇതായിട്ട് ഞാൻ പറഞ്ഞു, കുസ്ക റൈസും ചിക്കൻ വേണ്ട എന്നുള്ളത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് ചിക്കൻ കുസ്ക റൈസ് അതിലേക്ക് നമ്മൾ സവാള വഴറ്റിലേക്ക് ഇട്ടിട്ടിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം, ഗരം മസാല ഇടാം. അതുകൊണ്ട് നമുക്ക് ഇടാം. ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ കളറൊന്നും നമ്മൾ ഇടുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ റൈസിൻ്റേതായ ഒരു ഫ്ലേവറൊക്കെ വേണം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഗരം മസാല ഇട്ടു. തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇതിനകത്തേക്ക് ടൊമാറ്റോ ഇടുക, 2 ചെറിയ ടൊമാറ്റോ ഇടും. നമ്മൾ ഒരുപാട് ടൊമാറ്റോ ഇടുന്നുണ്ട്, ആ വെള്ളത്തിൽ തന്നെ വരും. നമ്മളിനി ഇതിനകത്തേക്ക് ഒരല്പം ബിരിയാണി മിക്സും കൂടി നല്ല ബിരിയാണി മിക്സാണ്. അതിൻ്റെ ഒരു തൈര് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് തൈര് എടുത്ത് വെച്ചു. ഏകദേശം 1 ടീസ്പൂണോളം ബിരിയാണി മിക്സും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇരുന്ന് ഇവിടെ ചിക്കൻ അവിടെ നിന്ന് വേകുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റിനെ നമ്മൾ കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഇത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ മാറിനേറ്റ് ചെയ്ത് ചിക്കനെ ഗ്രില്ലിനകത്തേക്ക് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഗ്രില്ലിലിരുന്നാകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഫ്രൈ ആയിപ്പോയി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഒരു 20 മിനിറ്റ് ഇരിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന റൈസ്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മുടെ റൈസെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് അരിക്ക് ഒരു 3.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് മതി. എന്നിരുന്നാലും ഇത് ഒരല്പം വേഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് ഇവിടെ അങ്ങനെ വേകട്ടെ. കാരണം നമ്മൾ ലോ ഫയറിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഇട്ട് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അല്പം കൂടെ വേണം. ഇത് കറക്റ്റായിരിക്കും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിൽ വേകട്ടെ. വേകുന്നതിനകത്ത് ഒരല്പം ലാസ്റ്റ് ഇറക്കാറാകുമ്പോൾ നമുക്ക് മല്ലിയിലയോ അല്ലെങ്കിൽ പുതിനയിലയോ പിന്നെ റോസ് വാട്ടറും ബിരിയാണി എസൻസ് ഒഴിച്ചെടുക്കാം. കറക്റ്റ് ഉപ്പൊക്കെയാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കുസ്ക റൈസ്, കുസ്ക ചിക്കൻ ബിരിയാണി അവിടെ നിന്ന് വേകട്ടെ. ഇതൊക്കെ നമ്മുടെ ഗ്രില്ലുള്ള സാധനം ഒന്ന് തിരിച്ചിട്ടിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രിൽഡ് ബ്രസ്റ്റ് പീസ് ഇവിടെ ഇരുന്ന് ശരിയായിട്ടുണ്ട്. ഇതിലൊന്ന് തിരിച്ച് വെക്കാം നമുക്ക് എടുത്തിട്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒരു 10-20 മിനിറ്റ് കൂടെ വെക്കാം. ചിക്കനെ വീണ്ടും തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് ഗ്രില്ലാട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കറിക്കുള്ള ഭാഗം. ഫ്രണ്ട്സ്, നമ്മുടെ റൈസ് അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു അല്പം റോസ് വാട്ടർ ഒഴിക്കാം. നല്ലൊരു ഫ്ലേവർ വരാനായിട്ടാണ്. മതി, 1-2 ഡ്രോപ്പ് മതി. എന്നിട്ട് ഇതിനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മൂടി വെച്ച് തീ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് റെഡിയാണ്. ഫ്രണ്ട്സ്, നമ്മളിനി ഗാർലിക് ചിക്കൻ ബ്രെഡ് ബ്രസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഇവിടെ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലീസ്, അതുപോലെ തന്നെ ഒനിയൻ, കറി ലീവ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇറ്റാലിയൻ സീസണിങ്, പിന്നെ നമ്മൾ ചീസുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പാൻ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ബട്ടർ ഇടുകയാണ്. ഞാനിവിടെ
ന്യൂട്രലൈറ്റിൻ്റെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ പാനിലേക്ക് ഇടാം. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗാർലിക്ക് ഓണിയനൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് ഓണിയൻ ഇടാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഓണിയനാണ് വേണ്ടത്. ഓണിയൻ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഗാർലിക്ക് മാത്രമേ ഇട്ടാലും മതി. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇടാം. പിന്നെ നമുക്ക് ബാക്കി ഗാർലിക്ക്, പച്ചമുളക്, കടല ഇടാം. ഇതിലേക്ക് നമ്മൾ മിക്സഡ് ഹെർബ്സ് ആണ്, ഇറ്റാലിയൻ സീസണിങ് ഇടാം. അതുപോലെ തൈം ഇടാം. ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. എപ്പോഴേലും ഒരു പ്രാവശ്യം മേടിച്ചിട്ട് ഇതൊക്കെ കുറേ നാളത്തേക്ക് ഇരിക്കും. അതുകൊണ്ട് വാങ്ങിച്ചിട്ട് നല്ലതാണ്. നമുക്ക് പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോഴോ പിസ്സ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. ഇത് മിക്സഡ് ഹെർബ്സ് ആണ്. നമുക്കിതിനകത്തെല്ലാം വരുന്നുണ്ട്. ഒറിഗാനോ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ലൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് നമ്മൾ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കേണ്ടത്. ഞാനൊരു ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചീസ് ഇടാൻ പോകും. അപ്പോൾ ഇതൊന്ന് ആവാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് വരും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരല്പം കേട് ഒഴിച്ച്, നമ്മൾ ഫ്രഷ് ക്രീം ഇല്ല കേട് ഒഴിച്ചാലും മതി. പക്ഷേ തീ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഈ ക്രീം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ചീസ് സ്ലൈസസ് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇടാം. ഇപ്പോൾ ഒരു സ്ലൈസിന് ഇട്ടത് അത് ഈ ചൂടിൽ തന്നെ കിടന്നൊന്ന് ഇതാവും, മെൽറ്റാവും. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സൂപ്പർ ക്രീമി ചിക്കൻ ബ്രസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു അല്പം പാലോട് ഒഴിച്ചു. നിങ്ങൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് തൈരിനേക്കാളും. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിക്കുക, അല്ലെങ്കിൽ പാലൊഴിക്കുക. തൈര് ഒഴിച്ചാൽ പിരിഞ്ഞു പോകാൻ നോക്കണം. ഞാനിപ്പോൾ അതുപോലെ പിരിഞ്ഞു പോകാതെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. പിന്നെ ആ ചീസിൻ്റെ ആ ഒരു മെൽറ്റായി വരുമ്പോഴത്തേക്കുള്ളതെല്ലാം കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെർവിങ് ഡിഷിലാക്കിയിട്ട് കാണാം. ഇതിനകത്ത് മല്ലിയില ഇടണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ മല്ലിയിലൊന്നും ഇടുന്നില്ല. പിന്നെ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇത് സെർവിങ് ഡിഷിലാക്കിയിട്ട് കാണാം. നമ്മുടെ റൈസ്, കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊരു ഫ്ലേവറാണെന്നൊരു രക്ഷയില്ല, ഭയങ്കര ഫ്ലേവറാണ്. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ഡിഷിലാക്കി നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കുസ്ക ചിക്കൻ റൈസ് വിത്ത് ഗാർലിക് ചിക്കൻ ആണ് ഇവിടെ സെർവ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. അതാണ് ഏറ്റവും പ്രധാനം.